ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ LED TV അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ മോണിറ്റർ നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യുക എന്നാണ്. ഓക്കെ, ഈ താഴെ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ്. ഇവിടെ നമ്മൾ ഈ കണക്ഷൻ ചെയ്യുന്നത് വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ലാപ്ടോപ്പിൽ ഡിസ്പ്ലേ കണക്ഷൻ ഇതുപോലെ രണ്ട് പോർട്ടാണ് ഉണ്ടാവാറ്. ഒന്ന് നമ്മുടെ HDMI, പിന്നെ ഒന്ന് VGA നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മോണിറ്ററിൻ്റെ കണക്ഷനാണ്. അതുപോലെ HDMI യൂസ് ചെയ്യുന്നത് നമ്മുടെ LED TV പോലെയുള്ള ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് നമുക്ക് HDMIൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ HDMI കേബിൾ. നമ്മൾ സാധാരണ കേബിൾസ് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരെൻഡ് നമ്മുടെ ലാപ്പിലും കണക്ട് ചെയ്യണം, മറ്റേ എൻഡ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ LED TVയുടെ സൈഡിൽ കണക്ട് ചെയ്യണം. നമ്മുടെ ടി വിയിൽ രണ്ട് HDMIൻ്റെ പോർട്ട് ഉണ്ട്. ഞാനിവിടെ HDMI 2 എന്ന പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റേ എൻഡ് നമ്മുടെ ലാപ്ടോപ്പിലെ HDMI പോർട്ടിലും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത്രയും കണക്ഷൻ ചിലപ്പോൾ പലരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ LED TVയിലൊന്നും കാണിക്കാൻ സാധ്യതയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ PC ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, then നമ്മൾ നമ്മുടെ PC ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രൊജക്ഷൻ സ്ക്രീൻ ഓൺ ചെയ്യാം. അത് നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഒന്നുകിൽ നമ്മുടെ കീബോർഡിൽ നമ്മളുടെ പ്രൊജക്ഷൻ്റെ ഒരു സിമ്പിളുള്ള കീ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വിൻഡോസിൻ്റെ കീൻ്റെ കൂടെ P കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രൊജക്ഷൻ സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് മോഡ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ PC കിടക്കുന്നത് PC ഓൺലി മോഡാണ്. ഇപ്പോൾ നമ്മളത് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് എന്ന മോഡിലാക്കി. ഓക്കെ, ഈ മോഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ PCയിൽ എന്താണോ കാണുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് LED TV ആണോ എന്താണോ അതിൽ അതുപോലെ തന്നെ കാണിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മോഡ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്ലൈഡ് പ്രസൻറ്റേഷൻ അതിനൊക്കെ യൂസ് ചെയ്യാറ്. അതായത് നമ്മൾ ലാപ്പിൽ നോക്കി എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ വലിയൊരു വൈഡായിട്ടുള്ളൊരു ഓഡിയൻസിന് വലിയൊരു സ്ക്രീനിൽ തന്നെ നോക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലാപ്ടോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് അതുപോലെ തന്നെ നമ്മുടെ LED TVയിലും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ മോഡ് യൂസ് ചെയ്യാറ്. ഓക്കെ, അടുത്ത് വരുന്ന മോഡാണ് സെക്കൻഡ് സ്ക്രീൻ ഓൺലി. പേര് പോലെ തന്നെ ഈ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഓഫായി പോകും. നമുക്ക് LED TVയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് LED TVയിൽ മാത്രം മൂവീസോ അല്ലെങ്കിൽ ഗെയിംസോ ഒക്കെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഒരു മോഡ് കൂടിയുണ്ട്. ഈ മോഡിൻ്റെ പേരാണ് എക്സ്റ്റെൻഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ PCയിലും കാണാൻ കഴിയും, അതുപോലെ തന്നെ LED TVയിലും കാണാൻ കഴിയും. അപ്പോൾ ഈ മോഡിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ക്രീനും നമുക്ക് രണ്ട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഈ ലാപ്പിൽ കാണുന്ന നമ്മളുടെ ഏതെങ്കിലും ഒരു വിൻഡോ നമ്മൾ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മളുടെ PC സ്ക്രീൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ വിൻഡോ കാണിക്കുന്നത് നമ്മളുടെ സെക്കൻഡ് സ്ക്രീനിൻ്റെ അകത്തോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് സ്ക്രീനിൻ്റെ അകത്തോട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടിട്ട് അവിടെ ആ വിൻഡോ നമ്മൾ മിനിമൈസോ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ PCയിൽ കാണുന്നത് നമ്മളുടെ വേറൊരു വിൻഡോ അല്ലെങ്കിൽ വേറൊരു സ്ക്രീനാണ്. അതുപോലെ തന്നെ നമ്മളുടെ LED TVയിൽ കാണുന്നത് ഇപ്പോൾ മറ്റൊരു വിൻഡോ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ PCയിൽ ഒരു മൂവി കാണാം, അതുപോലെ തന്നെ LED TVയിൽ മറ്റൊരു മൂവിയും വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് PCയിൽ നമ്മളുടെ PCയുടെ സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലും വർക്കും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ LED TVയിൽ നമുക്ക് നമ്മളുടെ ഫാമിലിക്ക് ഒരു മൂവിയോ വീഡിയോസോ ഒക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ PC എങ്ങനെയാണ് നമ്മളുടെ LED TV അല്ലെങ്കിൽ HDMIയിലൂടെ നമ്മളുടെ സ്ക്രീനിലോട്ട് കണക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ മോണിറ്റർ, അതായത് നമ്മളുടെ പഴയ മോണിറ്റർ VGA കണക്ഷനൊക്കെയുള്ള നമ്മളുടെ പഴയ മോണിറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ കണക്ഷനും വളരെ സിമ്പിളാണ്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ VGA പോർട്ടിൽ VGA കേബിൾ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ VGA കേബിളിൻ്റെ മറ്റേ എൻഡ് നമ്മളുടെ മോണിറ്ററിലും കണക്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയൊക്കെ നമ്മളുടെ LED TVയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. നമ്മളുടെ പ്രൊജക്ഷൻ മോഡ് ഓൺ ചെയ്യുക. ഒരുപാട് മോഡ് ഉണ്ട് നമുക്ക്. അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ PC മോണിറ്ററിലോട്ട് നമുക്ക് പ്രൊജക്ഷൻ ചെയ്യാം. ഇനി പലർക്കുള്ളൊരു ഡൗട്ടാണ്, ചിലരുടെ ലാപ്ടോപ്പിൽ സാധാരണ ഇപ്പോൾ വരുന്ന പുതിയ ലാപ്ടോപ്പിലൊന്നും നമുക്ക് VGAയുടെ പോർട്ട് ഉണ്ടാവാറില്ല. നമുക്ക് HDMI, അതായത് പുതിയ മോഡ് ഹൈ ക്വാളിറ്റി HDMI മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് HDMI to VGA കൺവേർട്ടർ ഉണ്ട്. അതായത് ഈ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് HDMI, അതായത് നമ്മളുടെ VGA മോണിറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയും. ഈ കണക്ടർ ജസ്റ്റ് നമ്മളുടെ HDMI പോർട്ടിൽ, അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ HDMI പോർട്ടിൽ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുക. മറ്റേ എൻഡിൽ നമുക്ക് നമ്മളുടെ മോണിറ്ററിൻ്റെ VGA കേബിളും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടെക് ടിപ്സിനും സൊല്യൂഷനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.